Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. ഇത് നിങ്ങളുടെ മെയ് മന്ത് റീഡിംഗ് ആണ്. മെയ് മാസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ഇവിടെ 3 പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിക്ചർ നമ്പർ 1, പിക്ചർ നമ്പർ 2 ആൻഡ് പിക്ചർ നമ്പർ 3. ഈ 3 പിക്ചറിൽ ഏതിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി പിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള മെസ്സേജ് കിട്ടും. സോ സെലക്ട് യുവർ പിക്ചർ, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Group number 1, what major blessings are coming for you in the month of May? പിക്ചർ നമ്പർ 1 സെലക്ട് ചെയ്തവർ, മെയ് മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പാർക്കാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില തീരുമാനങ്ങൾ, പെട്ടെന്ന് തോന്നുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, തോന്നലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് പ്രഷർ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും ബ്രെയിനും കൺട്രോൾ ചെയ്യാനും പുതിയ ഹാബിറ്റിലേക്ക് കണക്ട് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ഇവന്റിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മെയ് മന്തിൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയൊരു ഹാബിറ്റ് ആയിരിക്കാം. നിങ്ങളുടെ ആ ഒരു ശീലം നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ലീഡ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കാം. മേജർ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കാം. കാരണം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ മനസ്സും ബ്രെയിനും വളരെ റീഫ്രഷ് ആകുന്നുണ്ട്. അതുപോലെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയാണ്. സോ ഇത്ര കാലം നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് സമയം വേസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇമോഷണലി വിട്ടുകളയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വെളിച്ചം ഉണ്ടാവുന്നുണ്ട്. ഇത്ര കാലമായിട്ട് നിങ്ങൾ എന്തൊക്കെയോ ഒരു രീതിയിൽ കുറച്ച് ഫെയ്ഡഡ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ എനർജി കുറച്ച് ഫെയ്ഡ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരുപാട് ടാലന്റ്സ് ഫെയ്ഡഡ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഗ്രൂപ്പ് നമ്പർ 1 മെയ് മന്ത് നിങ്ങൾ ഒരുപാട് ബ്രൈറ്റ് ആവുന്നുണ്ട്. നിങ്ങൾ ഇൻ ആൻഡ് ഔട്ട് ഒരുപാട് റീഫ്രഷ് ആവുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരുപാട് ഫ്രഷ്നെസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, പെയിൻ, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇമോഷണലിയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രഷർ കൊടുത്തിട്ടോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കാനും നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാനും അതൊരു പുതിയ ഹാബിറ്റ് ആക്കി കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരിക്കാം. ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരു പുതിയ പേഴ്സണിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ശീലത്തിലൊക്കെ ആ ഒരു മാറ്റം എടുക്കുന്നുണ്ടായിരിക്കണം. മെയ് മാസം നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത്. അത് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന സിറ്റുവേഷനും ആയിരിക്കാം. പെട്ടെന്ന് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ചില കോൺട്രാക്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ട്. അത് നിങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾ എന്തെങ്കിലും മേജർ എഗ്രിമെന്റ്, കോൺട്രാക്റ്റ് ഒക്കെ പുതുക്കുന്നതോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും. ഓൾറൈറ്റ്, ഓർ നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതായിരിക്കാം. നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആണെന്നുള്ളത്. കാരണം നിങ്ങൾ അന്വേഷിച്ചിട്ടുള്ള ചില ആൻസറുകളും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. അത് മെയിൻലി നിങ്ങൾ വളരെ എൻഗേജ്ഡ് ആക്കി വെക്കുന്ന, നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സും ശരീരവും ബ്രെയിനും ഒക്കെ നിങ്ങൾക്ക് ഒരേ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക്
നിങ്ങളുടെ എല്ലാ ഓർഗൻസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ. ഓക്കെ, സോ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കൺക്ലൂഷനിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം, ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾ ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഗ്രിമെന്റ്, കോൺട്രാക്ട്, അവരുമായിട്ടുള്ള എന്തെങ്കിലും കോൺട്രാക്റ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ ബിസിനസിന്റെ ഭാഗമായിട്ടോ നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്ടത്തിന്റെ ഭാഗമായിട്ടോ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു ഹോം ലോൺ ഒക്കെ പോലെ നിങ്ങളും ഒരു ഫോമുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളും എന്തെങ്കിലും ഒരു ലീഗൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, ഒരു ലീഗൽ എഗ്രിമെന്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഒന്നെങ്കിൽ അത് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഒരു ഹെൽത്തി ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കാം. സോ മെയ് മാസം നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം, അവരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് കെയർ ചെയ്യാൻ തോന്നുന്നുണ്ട്, ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിനോട് നിങ്ങൾക്ക് പതിവിൽ കൂടുതൽ സ്നേഹവും ഒരു കെയറും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും അത് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും, ഈവൻ നിങ്ങളുടെ ഒരു അഡ്വൈസ് ആണെന്നുണ്ടെങ്കിലും. കാരണം ചില ആളുകൾ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് അഡ്വൈസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, മറ്റുള്ള ആളുകളുടെ ലൈഫിൽ എന്തെങ്കിലും മീഡിയേറ്റർ ആയിട്ട് നിൽക്കുകയോ തീരുമാനമെടുക്കേണ്ട സിറ്റുവേഷനോ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസ് ആയിട്ടോ, നിങ്ങളുടെ മക്കളായിട്ടോ, നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലുള്ളൊരു ഐക്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ചില കോൺട്രാക്ട് എൻഡ് ആക്കാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യോ, ഒരുപാട് വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട്, അതായത് നിങ്ങളും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണും, അത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് സമാധാനമായിട്ട് ക്ലോസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. കാരണം ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഗ്രൂപ്പ് നമ്പർ 1 മെയ് മന്ത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ചില ടാലൻസ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോബിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങളുടെ ചില ടാലൻസ് നിങ്ങൾ സെൽ ചെയ്യുന്നുണ്ട്, ഓക്കെ, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പുതിയ ഇൻകംസ് ഉണ്ടാവുന്നുണ്ട്. സോ ആദ്യമായിട്ട് ഇൻകം ഏൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാഷന് നിങ്ങൾ ആദ്യമായിട്ട് ഒരു ക്യാഷ് ഏൺ ചെയ്യുക, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏൺ ചെയ്യുക, അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മെയ് മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ ഒരു സമയത്തൊക്കെ ഒരുപാട് കാത്തിരുന്നിട്ടുള്ള പല കാര്യത്തിന്റെയും റിസൾട്ട്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് മെയ് മാസമായിരിക്കാം. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്നുണ്ട്. സോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾ ഇത്ര കാലമായിട്ട് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഗ്രൂപ്പ് നമ്പർ 1. പക്ഷേ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ആയിരുന്നില്ല നിങ്ങൾ സങ്കടപ്പെടുന്നത്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം ഇതായിരിക്കാം നിങ്ങളുടെ പ്രോബ്ലം, ആൻഡ് അതിനാലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് ചില സൊല്യൂഷൻ വേറൊരു കാര്യത്തിൽ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ ഇത്ര കാലമായിട്ട് വിഷമിച്ചത്, എന്താണ് നിങ്ങളുടെ ഒരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾ കരുതിയിട്ടുള്ളത്, അതെല്ലാം നിങ്ങളുടെ ആക്ച്വൽ പ്രോബ്ലം എന്ന് തിരിച്ചറിയുന്നതും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ഊരാ കൊടുക്കുന്ന പുറത്തേക്ക് വരുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു റിയൽ സിറ്റുവേഷൻ, റിയൽ പ്രോബ്ലം എന്താന്നുള്ളത് കാരണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു റിലീഫായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അത് ഈവൻ നിങ്ങളുടെ ഹെൽത്ത് സിറ്റുവേഷൻ ആയിരിക്കാം, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നത്, നിങ്ങൾ ചില കാര്യങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ഓൾറെഡി ജീവിക്കുന്നത് പോലെയായിട്ട് നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറുതാവുന്ന സമയത്ത് കുട്ടികളൊക്കെ പോലെ തന്നെ ടീച്ചറായിട്ട് കളിക്കുക, ഡോക്ടറായിട്ട് കളിക്കുക, അങ്ങനെ എന്തൊക്കെയൊരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു
കാര്യം നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഒന്നുകിൽ അത് നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങൾ എങ്ങനെയാവണം, എന്തായിരിക്കണം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ഒരു പാഷൻ എന്തായിരിക്കണം, നിങ്ങൾ എന്ത് ജോലിയായിരിക്കാൻ ചെയ്യേണ്ടത്, നിങ്ങളൊരു ഫാമിലി ലൈഫ് എങ്ങനെയായിരിക്കണം. സോ അതിനെ റിലേറ്റഡ് ആയിട്ടായിരിക്കാം. നിങ്ങൾ എന്തൊരു കാര്യം ഇല്ലാത്തൊരു കാര്യം ഈ ഒരു സമയം നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗ്രാജുവലി എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. മെയ് മാസം അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതല്ല, മെജോറിറ്റി ആളുകൾക്ക് ഇത് നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതോ നിങ്ങൾ അങ്ങനെ പ്രിറ്റൻഡ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങൾ അത്ര ആഗ്രഹിച്ചിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെയ് മാസം എന്തെങ്കിലും യാത്രയുടെ ഭാഗമാകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ വീടൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അത്ര ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു കണക്ഷൻ നിങ്ങൾ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഡിസ്റ്റൻസ് വരുന്ന സമയത്തായിരിക്കാം. സോ നിങ്ങളുടെ ഫാമിലി ഒന്ന് വിട്ടുമാറി നിൽക്കുന്ന സമയത്തായിരിക്കാം ആ ഒരു ഫാമിലിയുടെ ഒരു വാല്യൂ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പോകുന്നത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട്, വളരെ സന്തോഷമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആലോചിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അതിനുള്ള ചില സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, ആരാണ് നിങ്ങളുടെ റിയൽ ഫാമിലി എന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ലൈഫ് എക്സ്പീരിയൻസ് മെയ് മാസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് ചില മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ യാത്ര ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം. സോ ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ കൂടുതൽ തിരിച്ചറിയാനും അവർക്ക് നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്താണ് നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂ മനസ്സിലാവുക, അല്ലെ? സോ നിങ്ങൾക്ക് അങ്ങനെ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്, ഒരു ഹോം ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണെ നിങ്ങൾ കാണുന്നതായിരിക്കാം. വളരെ സന്തോഷമായിട്ടുള്ള ചില മൊമെന്റ്സ് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, വാക്കുകളില്ലാതെ. ഓക്കെ, നിങ്ങൾ സ്നേഹം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ, നിങ്ങളുടെ പ്രസൻസ് കൊണ്ട്, നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾ കൺവേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നത്, മറ്റുള്ള ആളുകളുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ വാക്കുകൾ വളരെ കുറവാണ്. അത് ഈവൻ നിങ്ങൾക്കൊരു ജസ്റ്റിസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. നിങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. മെയ് മാസം വരുന്ന സമയത്ത് നിങ്ങളെ പറയാതെ തന്നെ സിറ്റുവേഷൻസ് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില ആളുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കുക, കുറച്ച് സമയമായിട്ട് ആ ഒരു തെറ്റിദ്ധാരണയിലായിരിക്കാം. നിങ്ങൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ സിറ്റുവേഷൻസ് പറഞ്ഞ് മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഗ്രൂപ്പ് നമ്പർ 1 മെയ് മാസം വരുന്ന സമയത്ത് നിങ്ങളെ ആളുകൾക്ക് മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ പോലും വിചാരിക്കാത്ത ആളുകൾ നിങ്ങളുടെ ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് സംഭവിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വീണ്ടും അതൊക്കെ ഒരു റൈറ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ പാരന്റ് ആയിരിക്കാം, നിങ്ങളൊരു അമ്മയായിരിക്കാം, നിങ്ങൾക്ക് പല കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് പല കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് കുറച്ച് സമയമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ മാസമായിരിക്കാം നിങ്ങൾ ചില കാര്യത്തിലേക്കൊക്കെ ആക്റ്റീവായിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരിക്കാം. ഒരു ബ്രേക്കിന് ശേഷം, ഒരു പീരീഡിന് ശേഷമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, പെട്ടെന്ന് ചില ഐഡിയ, പെട്ടെന്ന് ചില തോന്നലുകൾ, നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പാർട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മന്താണ്. അത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ, എസ്പെഷ്യലി നിങ്ങളുടെ ജോബിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ എന്തെങ്കിലും സർവീസ്, നിങ്ങളുടെ എന്തെങ്കിലും ടാലന്റ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ് സെല് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും കഴിവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളൊരു പീരീഡിന് ശേഷമായിരിക്കാം മെയ് മന്ത് നിങ്ങൾ പല
കാര്യത്തിലേക്കും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, ജോബിലേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ മെയ് മാസം അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ ടൈമിൽ ഇനീഷ്യൽ ഡേയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഒന്ന് ആ ഒരു ട്രാക്കിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ശീലമില്ലാത്ത ചില കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, ആ ഒരു ചെറിയൊരു ആക്ഷനിലേക്ക് വരേണ്ട ഒരു താമസമേ ഉള്ളൂ. നിങ്ങൾ നാച്ചുറലി ആ ഒരു കാര്യത്തിലേക്ക് അലൈൻഡ് ആയിട്ട് വരും. കാരണം നിങ്ങളുടെ മൈൻഡും ബ്രെയിനും ഓൾറെഡി റെഡി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പുതിയ കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് എടുക്കുന്നതാണ് തീപ്പെട്ടിക്കൊള്ളി. പക്ഷെ അതിന് വലിയ ഫയർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അല്ല, ഒരു ചെറിയൊരു തീപ്പൊരിന്ന് ഒരുപാട് കാര്യങ്ങൾ കത്തിജ്വലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു തീപ്പെട്ടിക്കൊള്ളിയിലെ ഒരു തീ എന്ന് പറയുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു എനർജി, തോന്നലുകൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ലൈഫിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ചേഞ്ചസിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പതുക്കെ നിങ്ങളുടെ സർവീസിലേക്ക് നിങ്ങൾ ഇറങ്ങി വരിക, പതുക്കെ കണക്ട് ചെയ്യുക. ഈ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോബിൽ, നിങ്ങളുടെ സർവീസിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും നിങ്ങളൊരു പീരീഡിന് ശേഷമായിരിക്കാം നിങ്ങളുടെ ആ ഒരു വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരിക്കാം. വിച്ച് മീൻസ് നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ലവ്, റിയൽ പേഴ്സൺ, റൈറ്റ് പേഴ്സൺ, നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ള, അത്ര കണക്ഷൻ തോന്നിയിട്ടുള്ള പേഴ്സണിലേക്ക് വരിക, അവരെ മീറ്റ് ചെയ്യുക, അവരായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക, ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക, ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ചില റിലേഷൻഷിപ്പിന്റെ ഒക്കെ വാല്യൂ നിങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക എന്നുള്ളതല്ല, അത് അതിന്റെ ഒരു ഇന്റൻസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 1. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey group number 2, what major blessings are coming for you in the month of May? Picture number 2 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, മെയ് മാസം നിങ്ങൾക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു മന്ത് ആയിരിക്കാം. കളർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. സന്തോഷം, പാർട്ട്ണർഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, മേ ബി മെയ് മാസം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ഇവന്റ് സംഭവിക്കുന്ന മാസമായിരിക്കാം. അത് ചില ആളുകൾക്ക് ഓൾറെഡി അറിയാം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ചില ആളുകൾക്ക് സർപ്രൈസിംഗ്ലി ചില ആളുകളുടെ വിസിറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. റീയൂണിയൻ ഒക്കെ പോലെ ഓർ ഗെറ്റ് ടുഗദർ ഒക്കെ പോലെ നിങ്ങളുടെ സ്കൂൾ മേറ്റ്സിനൊക്കെ കാണുന്നതായിരിക്കാം. കോളേജ് മേറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലിയോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് മീറ്റ് ചെയ്യുന്നതായിരിക്കാം. എങ്ങോട്ടെങ്കിലും നിങ്ങൾക്ക് ഇത്ര സന്തോഷം തരുന്ന ആളുകളുമായിട്ടൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനും സാധിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ പഴയ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ അവരുടെ ഈഗോ ഒക്കെ മാറ്റി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്യാനാണ്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഈഗോ ഒക്കെ മാറ്റി വെക്കാനും ഒരു റീകണക്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ നിങ്ങളുടെ മനസ്സും റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സ്നേഹം മീൻസ് ലൈക്ക് നിങ്ങൾ ഒരുപാട് ആളുകളെ സ്നേഹിക്കുക എന്നുള്ളതല്ല, നിങ്ങളെ കാണുന്ന സമയത്ത് ആളുകൾക്ക് സന്തോഷമാണ്. പഴയ ആളുകളൊക്കെ നിങ്ങൾ വീണ്ടും കാണുന്ന സമയത്ത് അത് നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, നിങ്ങളുടെ നെയ്ബർ ആയിരിക്കാം, നിങ്ങൾക്ക് ഒരു സമയത്ത് നിങ്ങൾ അത്ര കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളെയൊക്കെ കാണുന്ന സമയത്തും അവരായിട്ട് പെട്ടെന്ന് സംസാരിക്കേണ്ടി വരുന്ന സമയത്തും നിങ്ങൾക്കൊരു ആഗ്രഹ സാഫല്യം പോലെയാണ്. ഓക്കെ, കാരണം നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില ലൈഫ് എക്സ്പീരിയൻസ് മെയ് മന്ത് സംഭവിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് ചില ആങ്സൈറ്റി, ചില ഫിയർ, റീസൺ അറിയാത്ത ചില പേടികളും ആങ്സൈറ്റി ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആവുന്ന സമയത്ത്, നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊരു ചില ആളുകൾക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടാവും, അല്ലെ എന്തായിരിക്കും, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കാത്തിരിക്കാനുള്ളൊരു മനസ്സുണ്ടാവില്ല. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ കൊണ്ടുവെക്കുന്ന ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് മെയ് മാസം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നല്ല പിക്ചർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല മൊമെന്റ്സ് ഒക്കെ നിങ്ങൾ പിക്ചറായിട്ട് എടുത്തു വെക്കുന്നുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോഷൂട്ടിന്റെ ഭാഗമാകുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ എന്തെങ്കിലും ഇവന്റിന്റെ ഭാഗമായിട്ടായിരിക്കാം, നിങ്ങൾ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, ക്യാമറയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, ഓർ ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങളുടെ നല്ല നല്ല പിക്ചേഴ്സ് അത് വളരെ മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കാനൊക്കെ സാധിക്കുന്ന
നിമിഷങ്ങളും മെയ് മാസം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് സ്വാതന്ത്ര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു ഫ്രീഡം, ഒരു റിലീഫ് ഒക്കെ മെയ് മാസം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വളരെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്ക് വരുന്ന സമയത്തും നിങ്ങളുടെ ജോബ്, നിങ്ങൾ ചെയ്യുന്ന ജോബിനൊക്കെ ഒരു റെക്കഗ്നേഷൻ കിട്ടുന്ന സിറ്റുവേഷൻ, ഒരു അപ്രിസിയേഷൻ കിട്ടുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കുന്ന ചില ജോലികൾ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ചില റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടും ആയിരിക്കാം, ഒരു ജോബിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ടീനേജ് ഏജിന്റെ ഒക്കെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് പോലെ. കാരണം നിങ്ങൾ ഏതൊക്കെ രീതിയിൽ വളരെ മെച്ചുവേർഡ് ആയിട്ടും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇത്ര കാലമായിട്ട് ഒരു തടസ്സമായിട്ടോ നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ ഒരു തടസ്സമായിട്ടോ ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അത് മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അത് കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആളുകള് നിങ്ങളിൽ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കഴിവ് ഉണ്ടാവുന്നുണ്ട് ആളുകളെ മാനേജ് ചെയ്യാതെ. ഈവൻ നിങ്ങളുടെ ഫാമിലിയിലെ ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാനോ അവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനോ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മെയ് മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ലക്കിയസ്റ്റ് ആയിട്ടുള്ളൊരു മന്ത് ആണ്. അത് നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്ന ചില സിറ്റുവേഷൻസ്, ചില രക്ഷപ്പെടലുകൾ. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളെ സേവ് ആക്കി വെക്കുന്ന ചില സിറ്റുവേഷൻസ്, നിങ്ങൾ വീഴാൻ പോകുന്നിടത്ത് നിങ്ങൾക്കൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിൽക്കുക. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ആരും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫംഗ്ഷനോ നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ഇവന്റ് വരുന്ന സമയത്ത് ഒരുപാട് ആളുകള് നിങ്ങളൊന്നും ചിന്തിക്കുക പോലും വേണ്ട, ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കൂടുള്ള ആളുകളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാനും കൂടെ സാധിക്കുന്ന ഒരു മാസമാണ് മെയ് മന്ത്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കൂടുതൽ തിരിച്ചറിയണം നിങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. കാരണം ഗ്രൂപ്പ് നമ്പർ 2 കുറച്ച് സമയമായിട്ട് നിങ്ങൾ ഒരുപാട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, നിങ്ങളെ കൂടെ ആരും നിൽക്കുന്നില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കാം, പല രീതിയിലായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് മേ ബി പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, അതൊക്കെ ആയിരിക്കാം നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് അതൊക്കെ മാറ്റി ചിന്തിക്കാൻ വേണ്ട കാര്യങ്ങളും മെയ് മാസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സോ പെട്ടെന്ന് ഉണ്ടാവുന്ന ചില തിരിച്ചറിവുകളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്ന ഒരു ഫീലിങ്സ് നിങ്ങൾ മെയ് മാസം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സൗഹൃദത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് എന്നാണെന്നുണ്ടെങ്കിലും സ്നേഹം കൊണ്ടാണെന്നുണ്ടെങ്കിലും. അതുപോലെ ഗ്രൂപ്പ് നമ്പർ 2 മെയ് മന്ത് നിങ്ങൾക്ക് നിങ്ങളോടും ഒരുപാട് ഇഷ്ടം തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ റീസൺ ലൈക്ക് നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും ഒരുങ്ങി അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു മന്താണ് മെയ് മന്ത്. നിങ്ങൾ ഏറ്റവും അങ്ങനെ നിങ്ങളെ കെയർ ചെയ്യേണ്ടതായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ പറ്റി കൂടുതൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടോ ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ ആരെങ്കിലും ഒരാള് നിങ്ങളെ പറ്റി എന്തെങ്കിലും പറയുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ക്വാളിറ്റീസ് എടുത്ത് പറയുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സൗന്ദര്യത്തെ പറ്റി പറയുന്ന സമയത്തായിരിക്കാം നിങ്ങൾ അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്ടമൊക്കെ ചില ആളുകളോടോ അങ്ങനത്തെ ആളുകളോ ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കും, അല്ലെ, നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവും. നമ്മുടെ ബ്യൂട്ടിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ അപ്പിയറൻസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഐസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഒരാളായിരിക്കാം, ഒരുപാട് ആളുകളായിരിക്കാം. കാരണം ചില ആളുകൾക്ക് മെയ് മാസം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്.
ഓൾറൈറ്റ്, നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ പല തീരുമാനങ്ങളും മെയ് മാസം എടുക്കുന്നുണ്ടായിരിക്കുക, വളരെ ആലോചിച്ചിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഗ്രൂപ്പ് നമ്പർ 2 മെയ് മാസം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം വർക്ക് ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും, വർക്ക് പ്ലേസിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കോർഡിനേറ്റും ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടും മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് മെയ് മാസം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എൻഡ് ഓഫ് ദ മന്ത് നിങ്ങളുടെ ടാസ്ക്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു മിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അത് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് അത് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾക്കൊരു ടീം ഉണ്ടായിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നുണ്ടായിരിക്കണം, ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇനി എങ്ങോട്ട് പോകണം, എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ ഒരു ടീമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് ആ ഒരു ടീം ഉണ്ടാവണം അല്ലെ, ചില സമയത്ത് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ആയിട്ട് നിന്നിട്ട് വേണം ചില കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ. ആ ഒരു സ്ട്രെങ്ത് ആ ഒരു ടൈമിലായിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. ചില സമയത്ത് നമുക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടീം പ്ലെയർ ആണ് മെയിൻ ആയിട്ട് മെയ് മാസം നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഗ്രൂപ്പ് നമ്പർ 2. കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു ടൈമിന് ശേഷം നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു ടീമിലേക്കും ഒരു ആൾക്കൂട്ടത്തിലേക്കൊക്കെ ഇറങ്ങി വന്ന് നിങ്ങളുടെ കഴിവും നിങ്ങൾ മാനേജ് ചെയ്യുന്നതും നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ അതിന്റെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ചേഞ്ചും നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും ഉണ്ടാക്കുന്ന ഒരുപാട് മാറ്റങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ആളുകളുടെ അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരിക, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ പ്രശംസിക്കുക, നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കാം. ഈവൻ സ്ട്രേഞ്ചർ ആണെന്നുണ്ടെങ്കിൽ പോലും അതുപോലത്തെ എക്സ്പീരിയൻസും ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് മെയ് മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളെ മേ ബി ചില ആളുകൾ ഒരു സെലിബ്രിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ അതുപോലെ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ഏതെങ്കിലും ഒരു വ്യക്തി, അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലിയിൽ നിന്നുള്ള പേഴ്സൺ ആയിരിക്കാം, അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലുള്ള ആളായിരിക്കാം. അവരുടെ ഈഗോ, അവരുടെ വഴക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ വന്നിട്ടുണ്ടായിരിക്കണം ഇതിനു മുൻപ്. പക്ഷെ അതിനുള്ള ഒരു കരേജ് അല്ലെങ്കിൽ അതിന് ആക്ച്വലി അവർ പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ അവരുടെ ഈഗോ സമ്മതിച്ചിട്ടുണ്ടായിരിക്കില്ല, വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും. പക്ഷേ മെയ് മാസം സംഭവം അവർ അതൊക്കെ മാനേജ് ചെയ്ത് അവരുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ച് നിങ്ങളടുത്തേക്ക് റിട്ടേൺ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതും നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷവും നിങ്ങൾക്കൊരു വിന്നർ ഫീലിങ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ചില ഈഗോസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ലിമിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ 2, ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ആളുകളെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് നല്ല ആളുകളെ കണക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ മെയ് മാസം ഉണ്ടാവുന്നുണ്ട്. പുതിയ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കാം. നിങ്ങൾ പുതിയ വർക്ക് പ്ലേസിലേക്ക് വരുന്നുണ്ടായിരിക്കണം. കാരണം ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷനിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റേഴ്സിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, സോ അതുപോലത്തെ ഒരു ട്രാൻസ്ഫർമേഷൻ, അതുപോലത്തെ ഒരു ചേഞ്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ തോൽക്കും എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഇനി നിങ്ങൾക്കത് വിജയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ചാൻസ് ഇല്ല എന്നൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള വിജയമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ കാറ്റ്, പൂച്ച 4 കാലിലേ വീഴുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ഒരുപാട് റഷ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ സംഭവം നിങ്ങൾ എന്തൊക്കെയോ സിറ്റുവേഷൻ സക്സസ്ഫുള്ളി മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വിജയിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു ലക്ക് മെയ് മന്ത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു ലക്കാണ്. വളരെ സന്തോഷം ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ഇരിക്കാം. ഓക്കെ, ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങി വരാം. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hi, group number 3. What major blessings are coming for you in the month of May? Picture number 3 select ചെയ്തവർ. ഗ്രൂപ്പ് നമ്പർ 3 മെയ് മാസം നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു മന്ത് ആയിരിക്കും. കാരണം നിങ്ങൾ
പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ് നിങ്ങളെ പറ്റി, സിറ്റുവേഷനെ പറ്റി, ലൈഫിനെ പറ്റി വളരെ സമാധാനത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനും ഇരിക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പുതിയ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മന്തും കൂടിയാണ് മെയ് മാസം. നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ആളുകളെ നിങ്ങളുടെ ലൈഫിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവായിരിക്കാം. കാരണം നിങ്ങൾ ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അധികം ആളുകളെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നില്ല. അനാവശ്യമായിട്ടുള്ള കോൺവെർസേഷനിലേക്ക് നിങ്ങൾ വരുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളെ ഈ ഒരു പോയിന്റിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് നിങ്ങളായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആളുകൾ മാറി നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഓക്കെ. കാരണം മിക്ക ആളുകളും നിങ്ങൾ വളരെ പീസ്ഫുള്ളിയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. പക്ഷെ ചില ആളുകൾക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, എന്താണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നത്, ഡിസ്കണക്ട് ആയി പോകുന്നത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ട്രാൻസ്മേറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ലൈഫിൽ ആളുകൾ ഉണ്ടെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ വളരെ തൊട്ടടുത്തൊരു പേഴ്സൺ ഉണ്ടെങ്കിൽ പോലും അവരുടെ അടുത്ത് നിന്ന് വരുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളത് ഈസി ആയിട്ട് നിങ്ങൾക്കത് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഇഗ്നോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനും ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്പെഷ്യലി നിങ്ങളൊരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ, അമ്മയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. മേ ബി ആ ഒരു റീസൺസ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ കുറച്ച് സമയമായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഫ്രീ ടൈം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം എന്നില്ല. ഓക്കെ, നിങ്ങൾ വെറുതെ ഇരിക്കുന്നതായിരിക്കണം. കാരണം നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് ചിന്തിക്കാൻ, സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ചിന്തിക്കുക, നിങ്ങളുടെ സിറ്റുവേഷനെ പറ്റി ചിന്തിക്കുക. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ബഹളം ഉണ്ടായിട്ടുള്ള ഒരു പ്ലേസ് എന്ന് ഡിവൈൻ ആയിട്ട് തന്നെ നിങ്ങളെ വേറൊന്നിലും കേൾക്കാൻ, ഈവൻ ആളുകളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിലേക്കൊന്നും കേൾക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങളത് ബോധർ ചെയ്യുന്നില്ല. കേട്ടാലും നിങ്ങളത് മനസ്സിലേക്ക് എടുക്കുന്നില്ല. ഓർ നിങ്ങൾ അതിന്നൊക്കെ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ കൂടെയുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു ലൈഫ്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളെയൊക്കെ അല്ലെങ്കിൽ അവരായിട്ടുള്ള ചില സിറ്റുവേഷനൊക്കെ പറ്റി നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്. ചില ആളുകൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ സമാധാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫൈനലി ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ മെന്റലി അവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്, ചില ആളുകളുടെ അടുത്ത് നിന്ന് മെന്റലി ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്, ഓർ ഫിസിക്കലി നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചില ആളുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓർ ചില ആളുകൾക്ക് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എൻഡ് ആക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റീസൺസ് കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല, അവർക്ക് നിങ്ങളുടെ ടൈം കിട്ടുന്നില്ല, അറ്റൻഷൻ കിട്ടുന്നില്ല, നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഡീപ്പ് ആയിട്ടുള്ളൊരു സ്ലീപ്പിംഗ് സിറ്റുവേഷനിലേക്ക് പോകുന്നത് പോലെയാണ്, ഒരു ഗാഢനിദ്രയിലേക്ക് പോകുന്നത് പോലെയാണ്. നിങ്ങളുടെ സോൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ശരീരം ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിന് ഒരുപാട് യാത്ര ചെയ്യാൻ, ഒരുപാട് സിറ്റുവേഷനിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ സോളിന് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാനസികമായിട്ടോ ശാരീരികപരമായിട്ടോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് കോൺവെർസേഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. ഓർ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ ഒരുപാട് തലവേദന തരുന്ന ആളുകളുടെ കോൺവെർസേഷൻ, ചില കംപ്ലയിൻസ് ആയിരിക്കാം, ചില ആളുകളെ നിങ്ങളുടെ അടുത്ത് വന്ന് കംപ്ലയിന്റ് പറയുന്നതായിരിക്കാം, അവരുടെ ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നതും നിങ്ങൾ കുറച്ച് സമയത്തേക്ക് മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കേൾക്കാതിരിക്കാം. അത് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക്
നിൽക്കാൻ സാധിക്കാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവാതിരിക്കുക. നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് ഇതാണ്, എസ്പെഷ്യലി നൈറ്റ് ടൈം നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ആളുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നൈറ്റ് ടൈം സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വലി ഗ്രോത്തിന് വേണ്ടിയിട്ട്, സ്പിരിച്വൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള നോളേജ്, വിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം. അതിനു വേണ്ടി നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കണം, ഫിസിക്കലി ഓർ മെന്റലി. കുറച്ച് സമയത്തേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ കാണുന്നേ ഇല്ല. ഈവൻ നിങ്ങളുടെ കൺമുന്നിൽ ചില കാര്യങ്ങൾ വന്നാലും നിങ്ങളെ ബോദർ ചെയ്യുന്ന, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ പോലും ആ ഒരു കാര്യത്തിൽ കൊടുക്കാത്തത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം, ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല, ഒരാൾക്കും ഒരു അറ്റൻഷനും നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങള് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ മനസ്സ് അത്ര ഒരു സ്റ്റബേൺ ആയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്നായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ബെയർ ചെയ്യാൻ സാധിക്കില്ല, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല, ഇതിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ചില തിരിച്ചറിവ് നിങ്ങളെ വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ചില തീരുമാനത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അതുകൊണ്ടാണ് ചില സിറ്റുവേഷൻസ്, ചില പാറ്റേൺസ്, ചില ലെസൺസ് നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടിയിട്ടാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ സ്റ്റബേൺ ആണെന്നുണ്ടെങ്കിലും ഉറച്ചതാണെന്നുണ്ടെങ്കിലും സമാധാനം കൂടെ അവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് പുറമെ, നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ളതായിരുന്നില്ല നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്കാണ് ഇറങ്ങി വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നതോ നിങ്ങൾക്കായിട്ട് ഒരു തടസ്സമായിട്ട് നിന്നിട്ടുള്ള നിങ്ങളുടെ ചില ഐഡിയാസ് ആയിരിക്കാം, വിശ്വാസങ്ങളായിരിക്കാം, നിങ്ങളുടെ ചില തീരുമാനങ്ങളായിരിക്കാം, നിങ്ങളുടെ ചില ഇമോഷണൽ സിറ്റുവേഷൻ ആയിരിക്കാം. സോ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ സോൾ നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നത് പോലെ. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യത്തിൽ ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ടായിരിക്കില്ല, നിങ്ങൾ വരേണ്ടതായിട്ടുള്ള ചില കാര്യത്തിലേക്കൊക്കെ ആ ഒരു ഫ്രീഡം. കാരണം ചില മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്താവും എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് ആക്ച്വലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളെ ഇമോഷണലി വിട്ടുകളയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരിക്കണം, ഒരു തീരുമാനത്തിലേക്ക് എത്താനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് നിങ്ങൾ വേറെ കൺട്രിയിലേക്ക് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ രാജ്യം വിടേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, രാജ്യം വിടുക ഇൻ ദ സെൻസ് നിങ്ങൾ വേറെ കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. വേറെ കൾച്ചർ, നിങ്ങൾ ജനിച്ചു വളർന്ന പ്ലേസിലെ കൾച്ചറല്ല, മറ്റൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ വേറൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു കൾച്ചറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ട ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതൊന്നുകിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് സെറ്റിൽ ചെയ്യുന്നതോ മൈഗ്രേറ്റ് ചെയ്യുന്നതോ ആയിരിക്കാം. സോ അവിടുത്തെ സിറ്റുവേഷൻ ആയിട്ട് അവിടുത്തെ ആളുകളായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കാം. ഒരു പുതിയൊരു ലോകം നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം. നിങ്ങൾക്കൊട്ടും പരിചയമില്ലാത്ത, നിങ്ങൾക്കൊട്ടും ഫെമിലിയർ അല്ലാത്ത ഒരു ലോകത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ടെക്നിക്കലി വരുന്ന സമയത്തും നിങ്ങൾ ഒരുപാട് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ടെക്നിക്കലി നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി, സെൽഫ് ഗ്രോത്തിന് വേണ്ടി. സ്പിരിച്വലി ചില ആളുകൾക്ക് അത് സ്പിരിച്വലി നിങ്ങൾ പഠിക്കുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങി വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചില മാറ്റങ്ങളും നിങ്ങൾ ഇൻ ആൻഡ് ഔട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുത്തുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ സൈലൻസ് ആണ്. കാരണം നിങ്ങൾ പറയുന്നില്ല പല കാര്യങ്ങളും. ഇത്ര കാലമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നത് നിങ്ങളുടെ ആക്ഷനിൽ കൂടിയാണ്. അത് ഒരുപാട് ആളുകൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ അവർ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളത് നിങ്ങളിലേക്ക് എടുക്കുന്നുമില്ല, നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ നിന്നു കൊടുക്കുന്നില്ല. ഗ്രൂപ്പ് നമ്പർ 3. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു മേജർ ചേഞ്ചസ് ആണ് ഗ്രൂപ്പ് നമ്പർ 3. എന്തൊക്കെയോ റീസൺസ് നിങ്ങളുടെ മൈൻഡ് ഒരുപാട് സ്റ്റബേൺ ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അത് റീസൺ അറിയാതെ സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കുന്നില്ല, ബിക്കോസ് നിങ്ങൾക്കറിയാം അത് ചില ആളുകളോ സിറ്റുവേഷനോ അത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളത്. ചില പ്ലേസിൽ നിങ്ങൾ ചില എത്തിക്സ് നോക്കുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം ചില ആളുകളായിട്ട് നിങ്ങൾക്ക് ആ ഒരു എത്തിക്സിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത്, കമ്മിറ്റ്മെന്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വൺ സൈഡ് അല്ലെ. സോ ഒരു സൈഡിൽ നിന്ന് മാത്രം കിട്ടേണ്ടതോ കൊടുക്കേണ്ടതോ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളും നിങ്ങളുടെ
നിങ്ങൾ എത്ര കാലം വിശ്വസിച്ചു വന്നിട്ടുള്ള ചില കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് വന്ന് ചിന്തിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരു ഏജിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയൊരു പീരീഡിന് ശേഷമായിരിക്കാം ഈ ഒരു തിരിച്ചറിവെന്ന് മാത്രമല്ല നിങ്ങളത് ആക്ഷനിലേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ നിങ്ങൾ അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചില ആളുകൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റം നിങ്ങളുടെ ഫാമിലി, മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി നഷ്ടപ്പെട്ടു പോവാന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു പേടി. നിങ്ങളുടെ പാർട്ട്നേഴ്സിന് ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ചില പ്രോബ്ലംസ്, ഓർ നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയാണോ അവരായിട്ടുണ്ടായിട്ടുള്ള ചില പ്രോബ്ലംസ്, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളുടെ ഇഷ്ടം, അത് എന്തെങ്കിലും ഒരു വിള്ളൽ അതിൽ വരുത്തോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ, കാരണം നിങ്ങൾ എന്തൊക്കെയോ ആക്ഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾ ചേഞ്ച് ആവുന്നതിന്റെ കൂടെ ഒന്നുകിൽ അവർക്കും ചേഞ്ച് ആവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ആ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളിൽ മാത്രമായിട്ട് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് ബുക്ക് വായിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഒരുപാട് വായനാശീലം നിങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. നിങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് പുതിയ ഐഡിയാസ്, കോൺസെപ്റ്റ്, പുതിയ നോളേജ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കനിങ് ടൈമിലായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ് എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല, സ്പിരിച്വൽ ജേർണി എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല, നിങ്ങളുടെ സോൾ എന്താണെന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. സോ നാച്ചുറലി ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ സോൾ തന്നെ നിങ്ങൾക്ക് കൺഫേം ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ നാച്ചുറലി നിങ്ങളത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ നിങ്ങളിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നില്ല. ഇത് നിങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ലൈഫിന്റെ ഒരു പോയിന്റ് എത്തിയ സമയത്തായിരിക്കാം നിങ്ങൾ ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്കോ ഇങ്ങനത്തെ ഒരു മാറ്റത്തിലേക്കോ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇത് സഡൻ അവേക്കനിങ് ആണ്. ഓക്കെ, സഡൻ ആയിട്ടുള്ള ഒരു റിയലൈസേഷൻ ആണ്, നിങ്ങളുടെ സോൾ റിയലൈസേഷൻ ആണ് നിങ്ങൾ എന്താണ്, ആരാണ് എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു തിരിച്ചറിവും നിങ്ങളുടെ അത്ര കാലമായിട്ട് പോയിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷനിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരിക്കണം. വളരെ സന്തോഷമായിട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നായിരിക്കും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. അതുമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കാം. ഈ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ആ ഒരു റൈറ്റ് ട്രാക്കിലേക്ക് വരും. ഓക്കെ, കാരണം ഈ ഒരു സമയം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ട ചില ലൈഫ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, ഗോ വിത്ത് ദ ഫ്ലോ. സോ നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ. എന്തൊക്കെയോ ഈവൻ നിങ്ങൾക്ക് എവിടേക്കാണ് എത്തുന്നത് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാം എവിടേക്ക് നല്ല സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെ? സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നത്